സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് അംഗീകരിക്കാനാവില്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എന്നാൽ കോവിഡ് കാലത്തെ കൊള്ളയെക്കുറിച്ച് കെ ശൈലജ മൗനം വെടിയണമെന്നും മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു. അതേസമയം UDFന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുല്ലപ്പള്ളി സജീവമാണിപ്പോൾ. സൈബർ അറ്റാക്കിംഗ് ആര് നടത്തിയാലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ കാതലായ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണം. കോവിഡ് കാലത്തെ കൊള്ളയ്ക്ക് കെ ശൈലജ മറുപടി നൽകണം. ആരാണ് ഉത്തരവാദിയെന്ന് വ്യക്തമാക്കണം. മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു. ഒരു സ്ഥാനാർത്ഥിക്ക് വരായിട്ടും ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീചമായ തരത്തിലുള്ള സൈബർ അറ്റാക്ക് അത് നടക്കാൻ പാടില്ല, ശരിയല്ല. അത് കോവിഡ് കള്ളി എന്നുള്ള പ്രയോഗം തെറ്റാണ്. പക്ഷേ കോവിഡ് മഹാമാരി കാലത്ത് നടന്നിരിക്കുന്ന 1300 കോടി രൂപയുടെ അഴിമതി, അപ്പോൾ അതിന് ഉത്തരം പറയണം. ഇനിയിപ്പോൾ അവരല്ല ഉത്തരവാദിയെ മുഖ്യമന്ത്രിയെങ്കിൽ അവർ ഏകദേശം ആ രൂപത്തിലാണ് പണ്ട് പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് അവർ പറയണം. കോവിഡ് കള്ളി എന്ന സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങൾക്കെതിരെ കെ ശൈലജ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പൊതുവേദിയിൽ നിന്ന് മാറുന്ന മുല്ലപ്പള്ളി UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയാണ്. മലബാറിലെ മണ്ഡലങ്ങളിൽ മുല്ലപ്പള്ളി പ്രചാരണത്തിനെത്തും. പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാക്കുന്നതിനെ മുല്ലപ്പള്ളി വിമർശിച്ചു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം നടത്തിയവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സൂത്രപ്പണിയാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്.